Hi students, today we are going to deal with the MCQs of the poem Night of the Scorpion. So let's move on to the class. First question, what is the opening line of the poem Night of the Scorpion by Nissim Ezekiel? I was the scorpion moving, the stink was a curse they said. I remember the night my mother 10 hours of steady rain had driven. ഇവിടെ ഏതാണ് ഓപ്പണിംഗ് ലൈൻ ഓഫ് ദി പോം? I remember the night my mother ആണ് അല്ലേ? I remember the night my mother was stung by a scorpion എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ പോമിന്റെ ക്ലോസിംഗ് ലൈൻ ഏതാണ്, ലാസ്റ്റ് ലൈൻ ഏതാണ് എന്ന് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. Thank God the scorpion picked on me and spared my children എന്ന് പറയുന്നതാണ് അവസാനത്തെ വരി. അപ്പോൾ ഏത് പോം പഠിക്കുമ്പോഴും അതിന്റെ ആദ്യത്തെ വരിയും ലാസ്റ്റ് വരികളും ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. Now, according to the poem Night of the Scorpion by Nissim Ezekiel, when was the poet's mother stung by scorpion? എപ്പോഴായിരുന്നു? During a sunny day, on a night, on a stormy evening, during a dry summer. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? I remember the night my mother was stung by a scorpion എന്നാണ്. Remember the night. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നൈറ്റ് ആണ് അല്ലേ? നൈറ്റിലാണ്. Next one. According to the poet, what happened to the poet's mother? Poet's mother എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദ്യം. ഇതെല്ലാം ഓപ്പണിംഗ് ലൈനിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. She died of the scorpion sting. She was paralyzed by the scorpion sting. She was stung by scorpion. She was not affected by the scorpion sting. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക? She was stung by the scorpion sting ആണ് അല്ലേ? She was stung by the scorpion sting ആണ് ആൻസർ ആയിട്ട് വരിക. According to the poem Night of the Scorpion, it had been continuously raining for 5 hours, 10 hours, 15 hours, 20 hours. ഇവിടെ രണ്ട് ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് 10 hours-ഉം അതുപോലെ തന്നെ 20 hours-ഉം. അപ്പൊ പൊതുവെ ഈ പോം വ്യക്തമായിട്ട് വായിച്ചിട്ടില്ലാത്ത ഒരാള് ഈ 5-ഉം 15-ഉം ഡിലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ 10-ഉം 20-യില് കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും നേരം 3 ചോദ്യങ്ങൾ ഫസ്റ്റ് ലൈനിനെ ബേസ് ചെയ്തായിരുന്നു ചെയ്തത് അല്ലേ? അപ്പോൾ ഇവിടെ സെക്കൻഡ് ലൈനിൽ നമ്മൾ കാണുന്നുണ്ട് 10 hours of steady rain had driven him. 10 hours ഇവിടെ കണ്ടിന്യൂസ്ലി എത്ര നേരമായിട്ട് മഴ പെയ്യുന്നു? 10 hours ആണ്. 10 hours. അപ്പോൾ ഈ 20 hours എന്താണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമ്മളുടെ പോമിന്റെ അവസാനത്തെ മദർ റിക്കവർ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ആഫ്റ്റർ 20 hours it lost its sting എന്ന് പറയുന്നുണ്ട്. അതാണ് 20 hours കേട്ടോ. അപ്പോൾ 20 hours-ഉം 10 hours-ഉം തമ്മിൽ കൺഫ്യൂഷൻ പാടില്ല. 10 hours റെയിനെ കുറിച്ചും മദർ റിക്കവർ ചെയ്ത ടൈമാണ് 20 hours. Next question. According to the poem Night of the Scorpion, the scorpion crawled beneath a sack of wheat, a sack of rice, a sack of flour, a sack of sugar. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ പോം നമ്മൾ വായിക്കണം. അതായത് നമ്മൾ ഈ പോം ഒരു 5 times വായിച്ചിരിക്കണം. ഇതുപോലെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകാനായിട്ട് ഈ പോം വായിച്ചിരുന്നാൽ തന്നെ, ഏത് പോമാണെങ്കിലും അത് വായിച്ചിരുന്നാൽ തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. 10 hours of steady rain had driven him to crawl beneath a sack of rice എന്നാണ് അല്ലേ? A sack of rice ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. A sack of rice. According to the poem, who risked the rain again? ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Who risked the rain again? ആരെക്കുറിച്ചാണ് പറയുന്നത്? He risked the rain again. അവിടെ he ആരാണ് എന്ന രീതിയിലും ചോദിക്കാം. The scorpion-നെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? Scorpion-നെ കുറിച്ചാണ് പറയുന്നത്. The diabolic tale in the poem Night of the Scorpion metaphorically ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? Metaphorically represents what എന്നാണ് ചോദ്യം. ഇവിടെ evil, pain, death, destruction ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? evil ആണ് അല്ലേ? evil-നെയാണ്. കാരണം evil one എന്ന രീതിയിലും അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ evil-നെയാണ് അത് ഷോക്കേസ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക.
poem Night of the Scorpion, who has parted with poison? ആരാണ് who has parted with poison? Parting with his poison, flash of diabolic tail in the dark room, he risked the rain again എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് who has parted with the poison? No doubt അല്ലേ, the scorpion ആണ് ആൻസർ ആയിട്ട് വരിക. The scorpion ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. In the poem Night of the Scorpion, the poet compares the arrival of the villagers to a procession, a herd of sheep, a swarm of flies, a shoal of fish. ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? പറയൂ. ഇവിടെ ഈ പോം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിനും ഉത്തരം നൽകാനായിട്ട് പറ്റും. എന്താണ്? The peasants came like swarms of flies എന്ന് പറയുന്നുണ്ട് അല്ലേ? Swarms of flies ആണ്. A swarm of flies ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. In the poem Night of the Scorpion, what were the villagers doing with candles and lanterns? അപ്പോൾ candlesഉം lanternsഉം വെച്ചിട്ട് ഈ villagers എന്തായിരുന്നു ചെയ്തിരുന്നത്? Searching for the scorpion, performing a ritual, singing and dancing, trying to heal the mother. ഇവിടെ ഏറ്റവും മികച്ച ഉത്തരം എന്ന് പറയുന്നത് searching for the scorpion ആണ്. Searching for the scorpion. Next question. In the poem Night of the Scorpion, why were the villagers buzzing the name of God? എന്തിനായിരുന്നു അവർ ദൈവത്തിന്റെ നാമം ഉരുവിടുന്നത് എന്നതാണ് ചോദ്യം. അവിടെ നമ്മൾ ഓർത്തെടുക്കേണ്ടത് ആ വരികളാണ്. The peasants came like swarms of flies and buzzed the name of God 100 times. 100 പ്രാവശ്യത്തോളം അവർ ആ ദൈവത്തിന്റെ നാമം ഉരുവിടുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? Why? To paralyze the evil one. To paralyze the evil one. To hail the God Allah. To console the Father Allah. To express gratitude Allah. To paralyze the evil one. In the poem Night of the Scorpion, shadows fell on. The peasants came like swarm of flies എന്ന് പറയുന്നുണ്ട് അല്ലേ? കൂടാതെ അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ലാന്റേൺസ് ഉണ്ടായിരുന്നു. With candles and with lanterns. അപ്പോൾ അതിൽ നിന്നും ഷാഡോസ്, അവരുടെ തന്നെ ജയന്റ് ഷാഡോസ് ഈ ബേക്ക്ഡ് വാൾസിൽ കാണാനായിട്ട് സാധിച്ചു അല്ലേ? അപ്പൊ ഈ ഷാഡോസ് എവിടെയാണ് കാണാൻ സാധിച്ചത്? The mud baked walls with candles and with lanterns, throwing giant scorpion shadows on mud baked walls എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മദേഴ്സ് ഫേസ് അല്ല, വില്ലേജേഴ്സ് ഫേസസ് അല്ല, സ്കോർപ്പിയൻസ് ബോഡി അല്ല, mud baked walls. According to the poem Night of the Scorpion, what would happen if the scorpion moves further? Scorpion മുമ്പോട്ട് നീങ്ങും തോറും എന്താണ് സംഭവിക്കുക? It would sting again? അല്ല. It would be killed? No. It would be trapped? No. The poison would spread in the body. In the poem Night of the Scorpion, who clicked their tongues? ആരാണ് who clicked their tongues എന്നാണ് ചോദിച്ചിട്ടുള്ളത്? Father, mother, villagers, the children. നമ്മളിവിടെ കാണുന്നുണ്ട് they searched for him. Peasants ആണല്ലേ search ചെയ്യുന്നത്. He was not found. They clicked their tongue with every movement that the scorpion made his poison move in mother's blood, they said. Dancer ആയിട്ട് വരുന്നത് villagers ആണ്. Okay, villagers ആണ് എന്ന് ഓർക്കുക. In the poem Night of the Scorpion, who is having peace of understanding? Peace of understanding. ഈ peace of understanding നെ കുറിച്ച് പറയുന്നത് എപ്പോഴാണ്? Peace of understanding. അതായത് they sat around on the floor with my mother in the center. അങ്ങനെ ഒരു വരി കാണാം. The peace of understanding on each face. അവിടെയാണ്. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? വില്ലേജേഴ്സിനെ കുറിച്ചാണ് അല്ലെ? വില്ലേജേഴ്സും ആണ് അമ്മ ആ ഒരു പെയിൻ വെച്ചിട്ട് അവിടെ അവര് സഫർ ചെയ്യുകയായിരുന്നു. അതിന് ചുറ്റും ഇവരിയ്ക്കുകയാണ് അല്ലെ? പെസൻസ് എല്ലാം ഇരിക്കുകയാണ്. Okay, with peace of understanding. In the poem Night of the Scorpion, what did the villagers say about the scorpion sting? അതൊരു പണിഷ്മെന്റ് ആണെന്നാണോ പറയുന്നത് അവര്? It was a test of faith. It was a result of evil deeds. It was a balance for the sum of evil എന്ന രീതിയിൽ പറയുന്നുണ്ട് അല്ലേ? In the poem Night of the Scorpion, who was groaning on a mat?
Groaning ആണ് a man. നിസ്സംശയം നമ്മൾക്ക് ഉത്തരം നൽകാം the mother ആണ് mother. In the poem Knight of the Scorpion, who is portrayed as a skeptic and a rationalist. ഈ ഒരു പോമിലെ skeptic and rationalist ആയിട്ട് പോർട്രേ ചെയ്യുന്നത് ആരെയാണ് എന്നതാണ് ചോദ്യം. Poet's father, poet's mother, villagers, holy man. അത് poet's father തന്നെയാണ് അല്ലേ, poet's father. In the Knight of the Scorpion, where did the scorpion sting the mother? എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? My father, he even poured a little paraffin upon the bitten toe എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ near the toe എന്നതാണ് നമുക്ക് ആൻസർ കൊടുക്കാനായിട്ട് പറ്റുക. In the poem Knight of the Scorpion, who was taming the poison with incantation. Incantation എന്ന് പറയുമ്പോൾ തന്നെ മന്ത്രം ഉരുവിടുക, അങ്ങനെ ചെയ്തിരുന്നത് ആരാണ്? Taming the poison with incantation. അത് holy man ആണ് അല്ലേ, holy man, holy man. In the poem Knight of the Scorpion, how did the mother react when she recovered? ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആർക്കിടൈപ്പൽ ആയിട്ടുള്ള ഇന്ത്യൻ മദറിനെയാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ആർക്കിടൈപ്പൽ ഇന്ത്യൻ മദറിന്റെ ഒരു പോർട്രേയലാണ് ഇവിടെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. She thanked the holy man? അല്ല. She scolded the father and cursed the scorpion? No. She cried in pain? അതുമല്ല. അവിടെയും അവർ ക്രൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നില്ല, അവർ സഹിക്കുന്നത് മാത്രമാണ് കാണുന്നത് അല്ലേ, എൻഡ്യൂറൻസ് മാത്രമാണ് നമ്മൾ കാണുന്നത് എന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക. She smiled and said, thank God the scorpion picked on me and spared my children. Okay, അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. The poem does not have a rhyme scheme, which means the poem is a perfect example of a ballad അല്ല, സോണറ്റ് അല്ല, ഡ്രമാറ്റിക് മോണലോഗ് അല്ല, ഫ്രീ വേഴ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. The scorpion picked on me and spared my children depicts the scorpion, അത് മദറിന്റെ ബ്രേവറി അല്ല, എൻഡ്യൂറൻസ് അല്ല, സെൽഫ്ലെസ് അൺകണ്ടീഷണൽ ലവ് ആണ് അല്ലേ, പ്രിറ്റൻഷ്യസ് നേച്ചറും അല്ല, സെൽഫ്ലെസ് ആൻഡ് അൺകണ്ടീഷണൽ ലവ് ഓഫ് മദർ ആണ് ഈ വരികളിൽ ഡെപിക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. The click of tongue reflects the peasant's dash reaction to the predicament. അതൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് അല്ല, ഒരു ഇമോഷണൽ റെസ്പോൺസ് അല്ല, ചൈൽഡിഷ് റെസ്പോൺസും അല്ല, അതൊരു കളക്റ്റീവ് റെസ്പോൺസ് ആണ് അല്ലേ, കളക്റ്റീവ് റെസ്പോൺസ്. Now next question. Nissim Ezekiel is regarded as the father of modern English poetry and the founder of Bombay School of Poetry എന്ന രീതിയിലും അറിയപ്പെടുന്നത് ആരാണ്? നമ്മളുടെ നിസിം എസിക്കിയൽ ആണ്. ഈ നിസിം എസിക്കിയലിനെ ബേസ് ചെയ്ത് ഒരു ഓഥറൈസ്ഡ് ബയോഗ്രഫി എഴുതിയ വ്യക്തിയാണ് രാജ് റാവു. ഓക്കെ, അപ്പോൾ രാജ് റാവു ആണെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് എസിക്കിയൽസ് പോയട്രി, ഇന്ത്യൻ ഇന്റലക്ച്വൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ ലൈഫ്, അദ്ദേഹം ഒരു ജൂയിഷ് ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഫ്രം 1930s to the end of 20th century. ഈ ആർ രാജ് റാവ് എന്ന് പറയുന്നത് ഹീസ് എ റൈറ്റർ, പോയറ്റ് ആൻഡ് ടീച്ചർ ഓഫ് ലിറ്ററേച്ചർ, റൈറ്റർ, പോയറ്റ് ആൻഡ് ടീച്ചർ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് വൺ ഓഫ് ഇന്ത്യസ് ലീഡിംഗ് ഗേ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ് ഈ ആർ രാജ് റാവ്. അദ്ദേഹത്തിന്റെ 2003 ഒരു നോവൽ ഉണ്ടായിരുന്നു, ദ ബോയ് ഫ്രണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് ഗേ നോവൽസ് ടു കം ഫ്രം ഇന്ത്യ. And he was one of the first recipient of the newly established Quebec Indian Awards. Quebec Indian Awards ന്റെ വിജേതാവ് കൂടിയാണ് നമ്മളുടെ ആർ രാജ് റാവു. നിസിം എസിക്കിയലിന്റെ 100th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു 2024. നിസിം എസിക്കിയൽ പോയറ്റ് ആൻഡ് ഫാദർ, എ സെന്റിനിയൽ സെലിബ്രേഷൻ എന്ന രീതിയിൽ ഒരു വർക്ക്, അദ്ദേഹത്തിന്റെ മോളുടെ പേരാണ് കവിത എസിക്കിയൽ മെൻഡോൺക. അപ്പോൾ നിസിം എസിക്കിയലിന് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ ഒരു വർക്ക് പുറത്തിറങ്ങുന്നത്. ട്രിബ്യൂട്ട്സ്, പോംസ് ആൻഡ് പേഴ്സണൽ റീകളക്ഷൻസ് ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് നോട്ടബിൾ ഓതേഴ്സ് ആൻഡ് അതേഴ്സ്. കൂടാതെ നമ്മളുടെ കവിത എസിക്കിയൽ മെൻഡോൺക കമ്പൈൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ബുക്കിന്റെ ഉള്ളടക്കമായിട്ട് വരുന്നത്. ഇത് നമ്മളുടെ നിസിം എസിക്കിയലും ഡോട്ടറും കൂടിയുള്ള ഫോട്ടോയാണ് എന്ന് ഓർക്കുക.
Next question. A skeptic is a person who doubts everything, who believes everything, always thinks of God, removes curses. Believes everything alla, always thinks of God alla, removes curses alla, doubts everything. എല്ലാ കാര്യത്തെയും സംശയത്തോടെ നോക്കിക്കാണുക, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നതാണ് ഒരു സ്കെപ്റ്റിക് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത്. What assessment of father's character have you made by reading the poem? ഇത് നമ്മളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഹീസ് ഡിറ്റാച്ച്ഡ് ആൻഡ് ക്രൂവൽ. അങ്ങനെ ഒരിക്കലും നമ്മൾക്ക് ഫാദറിന്റെ ക്യാരക്ടറിനെ പറയാനായിട്ട് സാധിക്കില്ല. ഹീസ് ഹാർഷ് ബട്ട് ഇഫക്റ്റീവ്. അങ്ങനെയും പറയാൻ സാധിക്കില്ല. ഹീസ് എ ഹോളി മാൻ ആൻഡ് വെരി പയസ്. അതുമല്ല. ഹീസ് കൺസേൺഡ് ആണ് ബട്ട് ഹെൽപ്ലെസ് ആണ്. അദ്ദേഹം ഒരു സ്കെപ്റ്റിക്കും റാഷണലിസ്റ്റുമാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഹെൽപ്ലെസ്നെസ് കൊണ്ട് ചെയ്തു പോകുന്നു എന്നതാണ്. അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീഫ്സിലോട്ട് അദ്ദേഹം വരുന്നു, സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള പ്രാക്ടീസസിലോട്ട് അദ്ദേഹം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. The peasants came like swarms of flies. The figure of speech is metaphor അല്ല, personification അല്ല, alliteration അല്ല, simile ആണ് എന്ന് ഓർക്കുക. Simile. What had driven the scorpion to poet's home? The fear അല്ല, sun അല്ല, poison അല്ല, rain ആണ് എന്ന് ഓർത്തിരിക്കുക. Rain ആണ് അല്ലേ? Rain. ഇവിടെ 2 പോയിന്റ് കൂടി നമ്മൾക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നസീം ഇസിക്കലിനെ ബേസ് ചെയ്ത് ബാബു അംഗ്രേസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷിനെ അദ്ദേഹം മോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ബാബു അംഗ്രേസി. ഓക്കെ, ബാബു ഇംഗ്ലീഷ് എന്നൊക്കെ നമുക്ക് പറയാം. ശരിക്കും ബാബു അംഗ്രേസി, അതായത് ഇന്ത്യൻസ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന രീതിയെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ 2-3 വർക്ക്സിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഗുഡ് ബൈ പാർട്ടി ഓഫ് പുഷ്പ എന്ന് പറയുന്ന വർക്കിലും ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന മറ്റൊരു വർക്കിലും ഒക്കെയാണ് ഇത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാബു അംഗ്രേസി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കൂടാതെ നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, അദ്ദേഹത്തിന് നമ്മൾ ബോംബെ പോയംസ്, അദ്ദേഹത്തിന്റെ പോംസിൽ ബോംബെ പോയംസ് എന്ന രീതിയിൽ കുറച്ച് പോംസ് ഉണ്ട്. ഈ ബോംബെ പോംസിൽ വരുന്ന ഒരു പോം കൂടിയാണ് നമ്മുടെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ. അത് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് അങ്ങനെ ബോംബെ പോംസ് എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് പോംസ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കാതിരുന്നത്. അതുപോലെ തന്നെ ഈ ബാബു അംഗ്രേസിയും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യൻ ഇംഗ്ലീഷിനെ മോക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അദ്ദേഹത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണല്ലോ അത്. അതൊരിക്കലും ഒരു ചോദ്യമായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന് പറയുന്ന വർക്കിനെ ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മേജർ ആയിട്ടുള്ള പോയിന്റ്സ്. അതുപോലെ നമ്മളുടെ ദി എക്സാക്ട് മാൻ എന്ന് പറയുന്ന വർക്കിലാണ് ഈ കളക്ഷൻ, എക്സാക്ട് മാൻ എന്ന് പറയുന്ന കളക്ഷനിലാണ് ഈ പോം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 1965. ഇത്രയുമാണ് ഈ പോമിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മേജർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക്സ്.